അപ്പുറത്തെ കവലയിൽ ഒരു മുസ്ലിം പ്രശ്നത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ കവലയിൽ നിന്ന് വണ്ടി തിരിച്ചു പോകുന്ന മതേതര രാഷ്ട്രീയക്കാർ, റിയൽ രാഷ്ട്രീയക്കാർ സൊഹ്റാൻ മംദാനിൽ നിന്ന് പഠിക്കണം. ഇമാം സിറാജ് വഹാജിനെ പോയി കാണുന്നത്, അവിടുത്തെ വളരെ പ്രസിദ്ധ, അമേരിക്കയിൽ തന്നെ അറിയപ്പെട്ടുള്ളൊരു മുസ്ലിം നേതാവാണ്. അദ്ദേഹം കേരളത്തിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇമാം സിറാജ് വഹാജിനെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ പറയുന്ന സ്ലർ, ഇസ്ലാമോഫോബിക് സ്ലർ ഏറ്റവും വ്യാപകമാകുന്നത്. കാരണം ഒന്നാമത് സിറാജ് വഹാജ് ഔട്ട്സ്പോക്കണാണ്, വളരെ ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. ഇവരുടെ പോളിസി, ഇസ്രായേൽ പോളിസി എതിർക്കുന്ന ഒരാളാണ്. ബ്ലാക്ക് ആണ്, വളരെ സ്വാധീനമുള്ള ഒരു ഇമാമാണ്. അപ്പോൾ അദ്ദേഹത്തെ പോയി കാണുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ നിസ്കാരത്തിൽ പങ്കാളിയാകുന്നു, അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അത് വലിയ തോതിൽ ഇതായി. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഇദ്ദേഹം സ്വീകരിക്കുന്ന സമീപനം എന്താണ്? അത് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമോഫോബിയ എന്നൊരു പ്രശ്നമുണ്ട്, എൻ്റെ ആൻറ്റി അത് അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ ആൻറ്റി ഹിജാബ് ഇട്ടിട്ട് ഇവിടുത്തെ മെട്രോയിലൂടെ സഞ്ചരിക്കാൻ അവർ ഭയന്നൊരു കാലം ഉണ്ടായിരുന്നു, ആ കാലം ഇനി ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ, അതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഏത് അമേരിക്കയിൽ, ഡൊണാൾഡ് ട്രംപ് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയിൽ, ന്യൂയോർക്കിൽ ഈ ലുനാറ്റിക് കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സിറ്റിക്ക് ഫണ്ട് കൊടുക്കില്ല, ഡീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നാട്ടിൽ, ഇസ്ലാമോഫോബിക് പ്രചാരണത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിട്ടുള്ള ഒരു നാട്ടിൽ, അവിടെ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് നോക്കൂ, ഞാനതിൻ്റെ ഒന്നും ആളല്ലേ എന്ന് പറയുകയല്ല. അതാണ് നമ്മൾ കാണുന്നത്. ഒരു ഫാസിസ്റ്റ് കാലത്ത് റെസിസ്റ്റൻസ് പൊളിറ്റിക്സ്, പ്രതിരോധ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സൊഹ്റാൻ മംദാനി. ഒരു മുസ്ലിം പ്രശ്നം വരുമ്പോൾ അപ്പുറത്തെ കവലയിൽ ഒരു മുസ്ലിം പ്രശ്നത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ കവലയിൽ നിന്ന് വണ്ടി തിരിച്ചു പോകുന്ന മതേതര രാഷ്ട്രീയക്കാർ, റിയൽ രാഷ്ട്രീയക്കാർ സൊഹ്റാൻ മംദാനിൽ നിന്ന് പഠിക്കണം. നിങ്ങൾ എങ്ങനെയാണ് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ നേരിടാൻ പോകുന്നത്, അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? അതിന് നേർക്കുനേരെ അഭിസംബോധന ചെയ്യാതെ ഞഞ്ഞാമിഞ്ഞ കളി കളിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അതുമില്ല ഇതുമില്ല എന്നൊരവസ്ഥയാണ്. സൊഹ്റാൻ മംദാനി എന്താണ് ചെയ്യുന്നത്? ആ നഗരത്തിലെ ചെറുപ്പക്കാരോട് സംസാരിക്കുകയാണ്, തൊഴിലാളികളോട് സംസാരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എന്താണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം? എങ്ങനെയാണ് നമുക്കൊരു വേറൊരു ജീവിതം, ഇതിനേക്കാൾ ഒരു ബെറ്റർ ലൈഫ്, ഒരു ബെറ്റർ ന്യൂയോർക്ക് എങ്ങനെയാണ് സാധ്യമാവുക എന്നതിനെക്കുറിച്ച് തികഞ്ഞ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം സംസാരിക്കുന്നു.